Welcome friends. So നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ്. സോ ലാസ്റ്റ് സെഷനിലൂടെ എല്ലാവരും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം പഠിച്ചു. സോ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ്. സോ നമുക്ക് ക്ലാസ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിന് എങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെഷനിലൂടെ നോക്കാം. സോ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ക്ലാസ് എന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ വെഹിക്കിൾ എന്നൊരു ക്ലാസ്സാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ സിൻറ്റാക്സ് ഒന്ന് നോക്കാം. സോ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം ക്ലാസ് എന്ന കീവേഡ് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം, ഇപ്പോൾ വെഹിക്കിൾ ആണ് നമ്മുടെ ക്ലാസ് നെയിം. ഇപ്പോൾ ഒരു ഒതൻറ്റിക്കേഷൻ ക്ലാസ് ആണെങ്കിൽ നമുക്കിവിടെ ക്ലാസ് ഒതൻറ്റിക്കേഷൻ എന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു കേർലി ബ്രേസസ്, രണ്ട് കേർലി ബ്രേസസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഈ രണ്ട് കേർലി ബ്രേസിൻ്റെ ഇടയിലുള്ള കണ്ടൻസ് അല്ലെങ്കിൽ കോഡായിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ. ഒരു ക്ലാസ്സിന് അസോസിയേറ്റ് ചെയ്ത് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഉണ്ടാവും. ആ ക്ലാസ്സിൻ്റെ വേരിയബിൾസ് ആയിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും മെത്തേഡ്സ്. സോ ഇവിടെ ഒരു വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറർ, നമ്പർ ഓഫ് വീൽസ്, ഫ്യൂവൽ ടൈപ്പ്, എൻജിൻ ടൈപ്പ്, കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും ഒരു വെഹിക്കിളിന്. സോ നമ്മളിവിടെ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്, സോ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത് പബ്ലിക് മാനുഫാക്ചറർ, പബ്ലിക് വീൽസ്. ഇവിടെ മാനുഫാക്ചർ ആൻഡ് വീൽസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി നെയിം അല്ലെങ്കിൽ വേരിയബിൾ. ഇവിടെ പബ്ലിക് എന്ന് കൊടുക്കുന്നത് അത് ആക്സസ് മോഡിഫയർ ആണ്. സോ അതിനെ കുറിച്ച് നമ്മൾ ഒരു സെഷനായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പബ്ലിക്. സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻ. സോ അടുത്തതൊരു ക്ലാസ്സിൽ എങ്ങനെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന നോക്കാം, അഥവാ മെത്തേഡ്സ്. സോ ഒരു PHPയിൽ സാധാ ഒരു ഫങ്ഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിലെയും മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സിലെ ഫങ്ഷൻ്റെ പ്രത്യേകത നമ്മുടെ വാല്യൂസ് അഥവാ പ്രോപ്പർട്ടീസ് നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഫങ്ഷൻ സെറ്റ് ഡാറ്റ, നമ്മുടെ ഫങ്ഷൻ നെയിം പാരാമീറ്ററായിട്ട് ബ്രാൻഡ് എന്ന് കൊടുത്തു. സോ ഇവിടെ ഉപയോഗിക്കുന്ന ദിസ് എന്ന കീവേഡ്. സോ ഇവിടെ ഉപയോഗിക്കുന്ന ദിസ് എന്ന കീവേഡ് ഇത് നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലത്. സോ ഈ സെഷനിലുണ്ടെന്ന് പറഞ്ഞു തരാം. സോ അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻ ഗെറ്റ് ഡാറ്റ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ നമുക്ക് റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫങ്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടും സിമ്പിളായിട്ടുള്ള രണ്ട് ഫങ്ഷൻസാണ്. അതായത് നമ്മളിവിടെ മാനുഫാക്ചർ അസൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ആ മാനുഫാക്ചർ ഏതാണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി റിട്ടേൺ ചെയ്യുന്നു. സോ ഇത്രയാണ് ഒരു ക്ലാസ് ഡെഫിനിഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തു, വെഹിക്കിൾ എന്ന ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിന് ഫോർമാറ്റ് ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു വേരിയബിൾ നെയിം, അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഇവിടെ ഒരു വേരിയബിൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മസ്റ്റാങ് എന്നാണ് എൻ്റെ ഒബ്ജക്റ്റിൻ്റെ നെയിം. സോ മസ്റ്റാങ് ഈസ് ഈക്വൽ ടു ന്യൂ വെഹിക്കിൾ. ഈ ഒരു കമാൻഡിലൂടെ നമ്മൾ മസ്റ്റാങ് എന്നൊരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. സോ അതിനുശേഷം വെഹിക്കിളിൻ്റെ ഒരു ഒബ്ജക്റ്റായി മാറി ഇപ്പോൾ മസ്റ്റാങ്. സോ ഈ വെഹിക്കിളിലെ എല്ലാ ഫങ്ഷൻസ്, പ്രോപ്പർട്ടീസ് ഈ മസ്റ്റാങ് എന്നൊരു ഒബ്ജക്റ്റിന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മസ്റ്റാങ് ആരോ സെറ്റ് ഡാറ്റ. സെറ്റ് ഡാറ്റ എന്നത് നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ മസ്റ്റാങ് നമ്മുടെ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ സെറ്റ് ഡാറ്റ ഫോർഡ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസ്റ്റാങ് എന്ന ഒബ്ജക്റ്റിൻ്റെ മാനുഫാക്ചറർ ഫോർഡ് ആണെന്ന് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മളൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്തു, അങ്ങനെയാണ് നമ്മൾ ഫോർഡ് എന്ന് കൊടുക്കുന്നത്. ഈ ഫങ്ഷൻ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പാരാമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷനിലോട്ട് വരും. ദിസ് ആരോ മാനുഫാക്ചറർ ഈസ് ഈക്വൽ ടു ബ്രാൻഡ്. ഇവിടെ ബ്രാൻഡ് എന്ന് നമ്മൾ പാസ് ചെയ്യുന്നത് ഫോർഡ് എന്നാണ്. അപ്പോൾ ദിസ് എന്ന കീവേഡ് കറൻറ്റ് ഒബ്ജക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മസ്റ്റാങ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ മസ്റ്റാങ് ആരോ മാനുഫാക്ചറർ ഈസ് ഈക്വൽ ടു ബ്രാൻഡ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ്. സോ ഓരോ ഒബ്ജക്റ്റ് നമുക്ക് ഇനി വേറെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വേറൊരു ടൂ വീലർ, നമുക്ക് ഒരു ടൂ വീലർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ഡിഫറെൻ്റ് ആയിരിക്കും.
ഇപ്പോൾ ഒരു ഡൂക്ക് എന്ന ഒരു 2 വീലർ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ KTM. അപ്പോൾ നമുക്ക് ഓരോ വെഹിക്കിളിനും ഓരോ മാനുഫാക്ചർ ആയിരിക്കും, ചിലപ്പോൾ നമ്പർ ഓഫ് വീൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് എന്നത് നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് മാറി. ആ ടെംപ്ലേറ്റ് നമ്മൾ റീയൂസ് ചെയ്യാണ്. ഇപ്പോൾ മസ്റ്റാങ് എന്നൊരു വെഹിക്കിളിന് സെയിം ടെംപ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡൂക്ക് എന്നൊരു വെഹിക്കിളിന് നമുക്ക് ഇതേ ക്ലാസ് തന്നെ യൂസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഒരുപാട് കോഡ് റീയൂസബിലിറ്റി നടക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഡിൻ്റെ ഒരു മോഡുലാരിറ്റി കൂടി ഉണ്ടാവും. സോ ഇവിടെ സെറ്റ് ഡാറ്റ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം മാനുഫാക്ചർ, അതായത് നമ്മുടെ പ്രോപ്പർട്ടി അസൈൻ ചെയ്ത്. ഫംഗ്ഷൻ അല്ലാതെ തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി അസൈൻ ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മസ്റ്റാങ് ആരോ വീൽസ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ് വെഹിക്കിൾ എന്നതിൻ്റെ. അപ്പോൾ മസ്റ്റാങ് ആരോ വീൽസ് = 4. ഇത് നമ്മൾ ദിസ് എന്ന കീവേഡ് ഇല്ലാതെയാണ് നമ്മളിവിടെ പ്രോപ്പർട്ടി അസൈൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിലെ മെത്തേഡ് കോൾ ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം ദിസ് എന്ന കീവേഡ് ഇല്ലാതെ എങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യാം എന്നുകൂടി പഠിച്ചു. സോ ഇനി നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ റിട്ടേൺ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ വിളിച്ചാൽ മതി, കോൾ ചെയ്താൽ മതി. സെയിം മെത്തേഡ് തന്നെ ഇവിടെ ഒരു കോളിംഗ് മെത്തേഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റ് നെയിം ആരോ, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്കോ മസ്റ്റാങ് ആരോ ഗെറ്റ് ഡാറ്റ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഗെറ്റ് ഡാറ്റ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് ദിസ് ആരോ മാനുഫാക്ചർ. ഇവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് മസ്റ്റാങ് ആണ്. മസ്റ്റാങ് ആരോ മാനുഫാക്ചർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെമ്മറിയിൽ മസ്റ്റാങ് ആരോ മാനുഫാക്ചർ ഫോർഡ് ആണെന്ന് സേവ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ആ വാല്യൂ റിട്ടേൺ ചെയ്യും, അത് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. സോ അടുത്തത് നമുക്ക് ഫംഗ്ഷൻ അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാനാണ് മസ്റ്റാങ് ആരോ വീൽസ് എന്ന മസ്റ്റാങ് എന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ കോൾ ചെയ്യും. ഇത്രയുമാണ് ഒരു ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ റിസൾട്ടാണ് നമ്മളോട് ബ്രൗസറിൽ നൽകിയിട്ടുള്ളത്. സോ നമ്മൾ എക്കോ മസ്റ്റാങ് ഗെറ്റ് ഡാറ്റ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോർഡ് എന്ന വാല്യൂ കിട്ടും. അതുപോലെ തന്നെ വീൽസ്, അതായത് എത്ര വീൽസിന് നമ്മൾ ആക്സസ് ചെയ്യാണ് മസ്റ്റാങ് ആരോ വീൽസ് 4 എന്ന് കിട്ടും. സോ ഇത്രയുമാണ് ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.